വെൽക്കം ടു മോൾ മാത്യൂസ് കിച്ചൺ ആൻഡ് ഗാർഡൻ. ഇന്ന് നമുക്ക് ചക്ക മൂത്തത് നോക്കാം. ഈ വർഷത്തെ ആദ്യത്തെ ചക്കയാണ്. മൂത്തത് ഒരെണ്ണം പറിച്ച് ചക്ക എരിശ്ശേരി ഉണ്ടാക്കാം. ഈ പ്ലാവിലെ ചക്ക മൂത്തൊന്നും തോന്നുന്നില്ല കേട്ടോ, കാരണം ഇത് ഒത്തിരി ഇതിൻ്റെ ഒരു ഇരട്ടി വലുപ്പമാകുന്ന ചക്ക ഇത്. അപ്പം നമുക്ക് വേറെ പ്ലാവിലും പോയി നോക്കാം. ഇതാണ് എൻ്റെ ചക്കവെട്ട് സാമ്രാജ്യം. 3-4 മോറും വെജിറ്റബിളും. ചക്ക എരിശ്ശേരിക്കുള്ള ചക്കയൊക്കെ അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. ഞാനൊരു 10-12 ചക്കക്കുരു വേവിച്ച് വെച്ചിട്ടുണ്ട്. കാരണം ചക്കക്കുരുവിൽ വേവ് കൂടുതൽ കാണുമല്ലോ, അത് ഞാൻ ഇതിലേക്ക് ചേർക്കാൻ പോവാണ്. ഒരു കപ്പ് വെള്ളം, 1-1.5 കപ്പ് വെള്ളം ഒഴിച്ച് വേവിക്കാൻ. ചക്കയുടെ വേവിനനുസരിച്ച്. എരിശ്ശേരിക്ക് ഇച്ചിരി വെള്ളം കുടിപ്പോയതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, നന്നായിട്ട് വെന്ത് കുഴയണമല്ലോ. ചക്ക എരിശ്ശേരിക്ക് ചക്ക അരിയുമ്പം ഒന്ന് റഫായിട്ട് അരിഞ്ഞാൽ മതി. കണ്ടോ, ചുമ്മാ അരിഞ്ഞാൽ മതി. നന്നായിട്ട് വെന്ത് ഉടയ്ക്കേണ്ടതല്ലേ. ചക്ക വേവിക്ക് വരിയുന്ന പോലെ നല്ല കുഞ്ഞായിട്ട് നീളത്തിൽ അരിയേണ്ട ആവശ്യമൊന്നുമില്ല. നന്നായിട്ട് ആവി വന്നു കഴിയുമ്പം തീ കുറച്ച് വെച്ച് വേവിച്ചാൽ മതിയല്ലോ. അതാണ് മൺചട്ടിയുടെ ഒരു ഗുണം. മൺചട്ടി നന്നായിട്ട് ചൂടായി കഴിഞ്ഞാൽ ഇത് ചെറിയൊരു ഇതിൽ നന്നായിട്ട് വെന്തോളും. നന്നായിട്ട് തിളച്ച് കഴിയുമ്പം കുറച്ച് ഉപ്പ് ചേർത്ത് ആവശ്യത്തിന് വേവിക്കാം. ഞാൻ ചക്കക്കുരുവിന് കുറച്ച് വെള്ളം ഉണ്ടായിരുന്നു, അതുകൊണ്ട് 1 കപ്പ് വെള്ളം ചേർത്തത്. ചക്ക നന്നായിട്ട് വെന്ത് വരുമ്പോഴത്തേക്ക് നമുക്കൊരു അരപ്പുണ്ടാക്കാം. അതിനുവേണ്ടി വെളുത്തുള്ളി, തേങ്ങയും വെളുത്തുള്ളിയും നന്നായിട്ട് വേണം. കുറച്ച് ജീരകം മതി, 1/4 സ്പൂൺ ജീരകം. കാന്താരി മുളക് നമ്മുടെ എരിവിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം. കുറച്ച് കറിവേപ്പില. ആദ്യമേ വെളുത്തുള്ളിയും ജീരകവും കാന്താരി മുളകും കൂടെ നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. അതിനുശേഷം തേങ്ങയും ഒരു കുറച്ച് മാത്രം കറിവേപ്പിലയും ചേർത്ത് അരച്ചെടുക്കാം. ചക്ക നന്നായിട്ട് വെന്തിട്ടുണ്ട്, ഒന്ന് ഉടച്ചെടുക്കാം. ഞാൻ കുറച്ച് വെള്ളക്കൂടെ ഇടയ്ക്ക് ചേർത്തിരുന്നു. ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർക്കാം. അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങാ മിശ്രിതം ചേർക്കാം. ഒരു കുറച്ച് വെള്ളം കൂടെ ഞാൻ ചേർക്കുക, 1/4 കപ്പ് വെള്ളം കൂടെ ചേർക്കുക. ഇതെല്ലാം കൂടെ നന്നായിട്ട് ആവി കയറി വരട്ടെ. നന്നായിട്ട് ആവി വന്നിട്ടുണ്ട്. ഇനി കടുക് പൊട്ടിച്ച് ചേർക്കാം. ചക്ക എരിശ്ശേരി വെക്കുമ്പം ഈ കടുക് പൊട്ടിച്ച് ചേർക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് മിസ് ചെയ്യാൻ പാടില്ല. ഇതിൽ ഒരു 2 ടേബിൾ സ്പൂൺ തേങ്ങ ചിരണ്ടിയത് എടുത്തിട്ടുണ്ട്. ഒരു 2-2.5 ടേബിൾ സ്പൂൺ കൊത്തിയ തേങ്ങ എടുത്തിട്ടുണ്ട്. കറിവേപ്പില. ചെറുള്ളിയാണ് ചേർക്കേണ്ടത്. നമ്മൾ ചെറുള്ളി തേങ്ങയ്ക്ക് അരയ്ക്കാത്തത് കൊണ്ട് കൂടുതൽ ഒരു 12 ചെറുള്ളി അരി എടുക്കണം. ഞാനിപ്പോൾ ചെറിയൊരു സവോള അരിഞ്ഞാണ് എടുത്തിരിക്കുന്നത്. കടുക്, വറ്റൽമുളക്, വെളിച്ചെണ്ണ. കൂടുതൽ സാധനങ്ങളുണ്ട്. ഞാൻ അത്യാവശ്യം വലിപ്പമുള്ളൊരു പാത്രമാണ് കടുക് പൊട്ടിക്കാൻ എടുത്തിരിക്കുന്നത്. വെളിച്ചെണ്ണ ഒഴിക്കാം. കടുക്, കറിവേപ്പില, തേങ്ങ കൊത്തിയ തേങ്ങ നന്നായിട്ടൊന്ന് മൂട്ടി വെച്ചിട്ടുണ്ട്. വറ്റൽമുളക് ചേർക്കാം. ചെറുള്ളി ചേർക്കാം. കറിവേപ്പിലൊക്കെ ആവശ്യത്തിന് ചേർക്കാം. ചിരണ്ടിയ തേങ്ങ ചേർക്കാം.
കടുവറ റെഡി ആയിട്ടുണ്ട്. ചക്കയിലേക്ക് ആഡ് ചെയ്യാം. അപ്പം നമ്മുടെ ചക്ക എരിശ്ശേരി റെഡി ആയിട്ടുണ്ട്. കടുക് കുറച്ചൊക്കെ ഇട്ടത് ഒന്ന് ഇളക്കി എടുത്ത് ഇത് കഴിച്ചാൽ അടിപൊളി. ഇതിങ്ങനെ തന്നെ കഴിക്കാം, അല്ലെങ്കിൽ ചോറിൻ്റെ കൂട്ടത്തിൽ കഴിക്കാം. പക്ഷേ എനിക്ക് ഏറ്റവും ഇഷ്ടം പഴങ്കഞ്ഞിയുടെ കൂട്ടത്തിൽ കഴിക്കാനാണ്. ഇച്ചിരി പഴങ്കഞ്ഞിയും ചക്കയെരിശ്ശേരിയും. ആഹാ! ചക്കയെരിശ്ശേരിയുടെ മണം കേട്ടത് അപ്പുറത്ത് പിള്ളേരൊക്കെ എത്തിയിട്ടുണ്ട്.